ഗുഡ്വിൽ പാചകത്തിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഫുൾ കോഴി ചിക്കൻ ഗ്രില്ലാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ എളുപ്പത്തിൽ വീടുകളിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ കോഴി എടുത്തിട്ടുണ്ട്. നമ്മൾ 1000 ഗ്രാമിന് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വീടുകളിൽ 700 ഗ്രാമോ 900 ഗ്രാമോ ഒക്കെ എടുത്താൽ നല്ലതായിരിക്കും. ഏറ്റവും ചെറിയ ചിക്കൻ നോക്കി എടുക്കണം. നമുക്ക് ഇവനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഒരു 3-4 ആയിട്ട് നമുക്ക് വരയാം. ഉള്ളിലേക്കൊക്കെ മസാല കയറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ അതല്ല, നമ്മൾ ഓവനിലാണ് ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ്. ഓവൻ ഇല്ലാത്തവർ കുക്കറിലൊക്കെ ഗ്രില്ല് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇച്ചിരി ഓയിൽ കൂട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഏത് രീതിയിലും ചെയ്യാം. പക്ഷെ അന്നേരം ഗ്രില്ല് ചെയ്യണമെങ്കിൽ എണ്ണയില്ലാത്ത രീതിയിലാണ് ഗ്രില്ല് ചെയ്യേണ്ടത്. ഓവൻ ചെയ്താലാണ് ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ബ്രസ്റ്റ് ഭാഗം അടിപൊളിയായിട്ട് വരഞ്ഞിട്ടുണ്ട്. ഉള്ളിലേക്ക് മസാല കയറാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം. നമുക്ക് ലെഗ് പീസും വരേണ്ടതുണ്ട്. നന്നായിട്ടത് വരഞ്ഞു കൊടുക്കാം. ഉള്ളിലേക്കൊക്കെ മസാല കയറി പിടിക്കണം. അപ്പുറത്തെ ലെഗ് പീസും കൂടി ഒന്ന് വരഞ്ഞെടുക്കാം അടിപൊളിയായിട്ട്. ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല അങ്ങോട്ട് പിടിക്കും. അപ്പോൾ നമ്മുടെ കോഴി ബ്രസ്റ്റും ലെഗ് പീസും ഒക്കെ നന്നായിട്ട് വരഞ്ഞ് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനെ മസാല പരത്താനുള്ള പരിപാടിയിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഗ്രിൽ ചിക്കന് വേണ്ടിയിട്ട് മസാല റെഡിയാക്കിയാലോ. നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഒരു ഫുൾ കോഴി ചിക്കന് വേണ്ടിയിട്ടാണ്. നമ്മളൊരു 1.5 ബിഗ് സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്. അത് മൊത്തം നമുക്കൊന്ന് ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഞാൻ 2 നാരങ്ങയുടെ നീര്, മുഴുത്ത നാരങ്ങയാണ്, നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ തൈരും കൂടി ആഡ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത കറിവേപ്പിലയാണ്. എൻ്റെ ഫ്ലേവറിനും രുചിക്കും വേണ്ടിയിട്ടാണ്. ഇത്തിരി മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട്, ചോപ്പ് ചെയ്ത്. പെരിഞ്ചീരക പൊടി ഒരു 1.5 ടീസ്പൂൺ. കുരുമുളക് പൊടി ആവശ്യത്തിന് എരിവുള്ളവർക്ക് കൂടുതൽ യൂസ് ചെയ്യാം. ഞാൻ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. കളറിനും എരിവിനും കാശ്മീരി ചില്ലിപ്പൊടി നമ്മളൊരു 3 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി നമ്മൾ കുറച്ചാണ് ഇടുന്നത്. ചിക്കൻ മസാല ചേർക്കാൻ പോകുന്നതുകൊണ്ടാണ് ലേശം കുറച്ചിട്ടാൽ മതി. ചിക്കൻ മസാല ഒരു വലിയ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല ഒരു വലിയ ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ചിക്കന് ആവശ്യമായ ഉപ്പ്. ബാക്കി നമ്മൾ പിന്നെ കുറച്ച് നമുക്ക് ഓയിലും കൂടി ആഡ് ചെയ്യാം. വെളിച്ചെണ്ണയാണ്, നമ്മുടെ നാടൻ രീതിയായതുകൊണ്ട് വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർക്കുന്നത്. വെളിച്ചെണ്ണ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഇവനെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ല രീതിക്ക് എല്ലായിടത്തും മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ മസാല നല്ലതായിട്ട് മിക്സായി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കനിലേക്ക് പുരട്ടി ഒരു 1/2 മണിക്കൂർ ചിക്കനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിലോ എവിടെയെങ്കിലും നല്ല കൂളിംഗ് കിട്ടുന്ന സ്ഥലത്ത് 1/2 മണിക്കൂർ നമുക്ക് ചിക്കനെ റെസ്റ്റ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ഓവനിൽ കയറ്റാൻ പോകുന്നത്. ചിക്കനിലേക്ക് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എല്ലാ സൈഡിലും തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ ഉള്ളിലേക്ക് കയറിയിരിക്കും. നാടൻ രീതി മസാല ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ നാടൻ മസാലയൊക്കെ ആയിട്ട്. ഓവൻ ഇല്ലാത്തവർ ഇതിങ്ങനെ മസാല തിരുമ്മിയിട്ട് നമുക്ക് എണ്ണയിൽ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഹെൽത്തിനൊക്കെ നല്ലതാണ് ഗ്രില്ല് ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കൻ നല്ല മസാലയൊക്കെ തിരുമ്മി 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓവനിലേക്കുള്ള ട്രേയിലേക്ക് മാറ്റി വെച്ചിട്ട് ഓവനിൽ നമുക്ക് 160 ഡിഗ്രിയിൽ 60 സെക്കൻഡ് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിൽ 30 സെക്കൻഡ് ആകുമ്പോൾ ഇവനെ ഒന്ന് ടേൺ ചെയ്യേണ്ടി വരും. അതായത് ചിക്കൻ ഒന്ന് ടേൺ ചെയ്തിട്ട് ബാക്കി 30 സെക്കൻഡ് നമുക്ക് ഫുള്ളായിട്ട് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഓവനിൽ കയറ്റി ഗ്രില്ല് ചെയ്തെടുത്താലോ. നല്ല ആദ്യം നമുക്ക് ഇവനെ ഒന്ന് ഒരു 30 മിനിറ്റ് ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചിക്കൻ ഇവനെ ഒന്ന് മറിച്ചിടും. എന്നിട്ട് ബാക്കി 30 മിനിറ്റ് ഫുള്ളായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫുൾ കോഴി ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ ഓവനിൽ വെച്ചിട്ടുണ്ട്. അത് 1 മണിക്കൂർ കഴിയുമ്പോഴാണ് സെറ്റ് ആവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം.
ഇന്നുണ്ടാക്കിയ ഗ്രിൽ ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീടുകളിൽ പോയി ട്രൈ ചെയ്യുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ഐറ്റമായി വീണ്ടും കാണാം.